ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി കിടിലൻ മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത നല്ല കോട്ടിങ്ങോട് കൂടിയ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. 2 മാരിനേഷനാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക് തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മാരിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കണ്ടോളൂ. അപ്പോൾ ഫസ്റ്റ് മാരിനേഷന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്. സ്കിന്നോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ഒരു 25 അല്ലി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 പീസ് ഇഞ്ചിയാണ്. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 7-8 അല്ലി ചെറിയുള്ളി, അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് കേട്ടോ പറയുന്നത്. ഇനി ഒരു പിടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം മുഴുവനായിട്ടും തന്നെ ചേർക്കുക, പൊടിച്ചത് യൂസ് ചെയ്യണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് പോലെ ആക്കണ്ട, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെരുംജീരകം പൊടി ചേർക്കണ്ട, മുഴുവനായിട്ടും തന്നെ ചേർക്കാൻ പറഞ്ഞത്. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മസാലയിൽ ആദ്യം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മസാല ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൽ ഉപ്പും എല്ലാം നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 10-15 മിനിറ്റ് നന്നായി റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2-2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉള്ളവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നാലേ കോട്ടിങ്ങും മസാലയും എല്ലാം നന്നായി പിടിക്കൂ. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അത്രയും സമയം വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നല്ല മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നല്ലോണം കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഓരോ പീസസ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കോട്ടിംഗ് ഒന്നും അതിൽ പിടിക്കാതെ വരും. ഓയിലിൽ സ്പ്രെഡായി കിടക്കും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചിക്കൻ പീസസൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ പീസസും വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ടു മീഡിയമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നന്നായി കുക്കാക്കി എടുക്കാം. നോർമൽ ഒരു ചിക്കൻ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ് മാത്രം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ഫ്ലെയിം ഹൈ ഫ്ലെയിം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ്ങൊക്കെ ഓയിൽ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയമിലിട്ടിട്ട് 2 സൈഡ് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നല്ലൊരു പ്രത്യേക തരം മസാലയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കറിവേപ്പിലയും നമ്മുടെ സ്പെഷ്യൽ മസാലയൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതൽ നേരം വെച്ച് നമ്മുടെ കോട്ടിങ്ങൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ വേഗം തന്നെ ഓയിലിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ കോട്ടിംഗ് ഒന്നും ഒട്ടും സ്പ്രെഡ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.